മറ്റേതൊരു ഫലവൃക്ഷത്തെക്കാളും കൂടുതൽ ഈന്തപ്പഴത്തിന് ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ സ്ഥാനമുണ്ട്. ഇസ്ലാം മതവിശ്വാസികളുടെ വേദഗ്രന്ഥമായ ഖുറാനിൽ 22 തവണയാണ് ഈന്തപ്പഴം എന്ന പേര് പരാമർശിച്ചിട്ടുള്ളത്. പ്രവാചകൻ മുഹമ്മദ് നബി റമദാൻ മാസത്തിൽ നീരുള്ള ഈന്തപ്പഴം ഉപയോഗിച്ച് നോമ്പ് തുറക്കാറുണ്ടായിരുന്നു. ആരോഗ്യപരമായ ഗുണങ്ങൾക്കായി ഇസ്ലാമിൽ ഈന്തപ്പഴം കഴിക്കുന്നതിനെ പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഈന്തപ്പഴം ഉപയോഗിച്ച് നോമ്പ് തുറക്കുന്നത് വിശ്വാസിക്ക് ക്ഷേമവും അതോടൊപ്പം അനുഗ്രഹവും കൈവരിക്കാൻ സഹായിക്കുമെന്ന വിശ്വാസം വിശ്വാസികൾക്കിടയിലുണ്ട്. ഖുറാനിൽ ഈന്തപ്പഴത്തെ പോഷകസമൃദ്ധമായ ഭക്ഷണമായി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഖുറാനിലെ 19-ാമത്തെ അധ്യായമായ സൂറത്തുൽ മറിയയിൽ ഈന്തപ്പഴത്തിന്റെ പ്രാധാന്യത്തെ പ്രത്യേകം പരാമർശിക്കുന്ന ഒരു ഭാഗവുമുണ്ട്. ഈന്തപ്പന മരത്തിന്റെ അരികിലിരുന്ന പ്രവാചകൻ ഈസാ നബിയുടെ മാതാവായ മറിയത്തിന് പ്രസവവേദന ഉണ്ടായപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ നിന്നുണ്ടായ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു: നീ ഈന്തപ്പനമരം നിന്റെ അടുക്കിലേക്ക് പിടിച്ചു കുലുക്കുക, അത് നിനക്ക് പാകമായ ഈന്തപ്പഴം വീഴ്ത്തി തരുന്നതാണ്. അങ്ങനെ നീ തിന്നുകയും കുടിക്കുകയും കണ്ണു കുളിർത്തിരിക്കുകയും ചെയ്യുക. ഇനി നീ മനുഷ്യരിൽ ആരെയെങ്കിലും കാണുന്ന പക്ഷം ഇപ്രകാരം പറഞ്ഞേക്കുക: പരമകാരുണികന് വേണ്ടി ഞാനൊരു വ്രതം നേർന്നിരിക്കുകയാണ്. അതിനാൽ ഇന്നു ഞാൻ ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ വിവിധ തരങ്ങളിൽ ഉള്ള ഈന്തപ്പഴം ഇന്ന് ലഭ്യമാണ്. ഇസ്ലാം മത വിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമായ മക്കയും മദീനയും സന്ദർശിക്കുമ്പോൾ അവരെ വരവേൽക്കുന്നതും ഇതേ വിഭവമാണ്. അതിൽ ഏറ്റവും സ്വാദിഷ്ടം അജ്വ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈന്തപ്പഴവുമാണ്. പ്രവാചകൻ മുഹമ്മദിന്റെ പ്രിയപ്പെട്ട നഗരമായ അൽ മദീന അൽ മുനവറയിലാണ്